നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ, വരാതെ വന്ന എൻ ദേവി നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ. കാളിദാസൻ പാടിയ മേഘദൂതമേ, ദേവിദാസനാകുമെൻ രാഗഗീതമേ, ചൊടികളിൽ തേൻകണം ഏന്തിടും പെൺകിളി, ചൊടികളിൽ തേൻകണം ഏന്തിടും പെൺകിളി, നീയില്ലെങ്കിൽ ഞാനേകനാ, എന്തേ മൗനം മാത്രം. നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ, വരാതെ വന്ന എൻ ദേവി. ഞാനും നീയും നാളെയാ മാല ചാർത്തിടാം, വാനും പൂവും ഒന്നായി വാഴ്ത്തി നിന്നിടാം. മിഴികളിൽ കോപമോ വിരഹമോ ദാഹമോ, മിഴികളിൽ കോപമോ വിരഹമോ ദാഹമോ, ശ്രീദേവിയേ എൻ ജീവനേ, എങ്ങോ നീ അവിടെ ഞാനും. നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ, വരാതെ വന്ന എൻ ദേവി നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ. ഗുഡ് ഗുഡ്. അർജു ഹായ് പറു. പറവോ? പറു. ഹായ് പറു. ഹായ് പ്രോ. ഹായ് പറു. അടിപൊളിയായിരുന്നു പാട്ട്. Thank you. ലാസ്റ്റ് എന്താ പറ്റിയേ? നീ ഇതിൽ അനങ്ങുന്നേ ഇല്ലായിരുന്നല്ലോ, പിന്നെ എന്താ നിനക്ക് പ്രശ്നം? പെട്ടെന്ന് ഡ്രൈ ആയി ത്രോട്ട്, അപ്പൊ എനിക്ക് ശ്വാസം കിട്ടിയില്ല പെട്ടെന്ന്. ഡ്രൈ ആയതാണോ? ഞങ്ങളുടെ ശ്രുതി ചലഞ്ച് റൗണ്ട് ഒരു ടെൻഷൻ ആയിരുന്നു. ഒരു അനുപലിവായപ്പോ എന്റെ കിളി പോയി. എടാ നീ പറ, നിനക്കാണ് ഫസ്റ്റ് ആ ഒരു ഭാഗ്യം കിട്ടിയത്. നീ പറ, എങ്ങനെ ഉണ്ടായിരുന്നു? ഗ്രൂമിങ്ങിലൊക്കെ ഉള്ളപ്പോ എനിക്ക് അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാ
കുറച്ച് ചെറിയ റൂമാണ്, കുറെ പേരുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് പാടിയപ്പോ പെട്ടെന്ന് കിളി പോയി. എന്ന് വെച്ചാൽ ഇവിടെ ഇത്ര പേരില്ല, എന്റെ ശബ്ദം മാത്രം കേൾക്കുന്നു. അതാ ഓർക്കസ്ട്ര കുറച്ച് കോൺഷ്യസ് ആയി. അവര് ആ സമയത്ത് സംസാരിക്കായിരുന്നോ? അല്ല അങ്ങനല്ല, നമ്മളിപ്പോ ബോധഡായിരിക്കില്ലല്ലോ നമ്മൾ. ഇത് ഒരു നമ്മളിവിടെ നിൽക്കുമ്പോ നമ്മള് നമ്മുടെ ശബ്ദം മാത്രം. പാടാതിരുന്നാ പോരായിരുന്നു. അല്ല അത് പറ്റില്ലല്ലോ. എന്തിനു ഇത്ര ബുദ്ധിമുട്ട്? അതെ. ഓക്കെ, ചോദിക്കാം. ചോദിച്ചോ. ആരോട് ആദ്യം ചോദിക്കേണ്ടത് നിനക്ക്? ശരത് സാർ. ശരത് സാർ കൊടുക്ക്. ചീത്ത പറയരുത് ചക്കരെ. സാറേ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഒരു ഫിലിം കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ, കണ്ടിട്ടില്ല. എന്തേ? കൺഫേംഡ് ആണ്. അവന്റെ കണ്ടിട്ടില്ല സാർ. അതെന്താ കാണാത്ത താല്പര്യം? സാഡ് ഫിലിമാണ്. ഞാൻ കണ്ടിട്ടില്ല, അത് കാരണം. ശരി, അല്ല അപ്പൊ എന്നാ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയൂ. ഓക്കെ സാർ. പടം പ്രേമാഭിഷേകം. പിന്നെ പാട്ട് ചെയ്തത് ഗംഗയമരൻ സാറാണ്, ഇളയരാജ സാറിന്റെ ബ്രദർ. പിന്നെ ലിറിക്സ് എഴുതിയത് പൂവാച്ചൽ ഖാദർ സാർ. പിന്നെ പാടിയത് യേശുദാസ് സാർ. പിന്നെ SPB സാറും പാടിയിട്ടുണ്ട്, തമിഴ് വെർഷൻ. രണ്ടും കേട്ടിട്ടുണ്ടോ? ദാസേട്ടൻ പാടിയതും ബാലനും പാടി. രണ്ടും ഒരേ ട്യൂണാണെങ്കിലും രണ്ടിനും വ്യത്യാസമുണ്ട് അല്ലേ? ആ രണ്ടിനും രണ്ട് സുഖമാണ്. അതൊക്കെ നല്ല പാട്ട്, നല്ല ഫിലിമുമാണ് കേട്ടോ. അവസാനം കരച്ചിലാണെങ്കിലും നന്നായിട്ട് പാടി. താങ്ക് യു സാർ. എനിക്ക് ആ ചന്ദ്രിക അത്രയും വലിച്ച് അയ്യത്ത് കളയണ്ട, ഒന്ന് പാടാമോ? ആ കുറച്ചും കൂടെ ചുരുക്കിക്കോ. നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ. അല്ലെ അങ്ങനെ മതി, അത്ര മതി. ഒന്ന് പാടിക്കും. നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ. നൈസ് 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 നൈസ്, ഗുഡ് ഗുഡ്. താങ്ക് യു സാർ. ആ കാളിദാസൻ ഒന്ന് പാടാം. കാളിദാസൻ പാടിയ. കാളിദാസൻ കേട്ടോ, അത് ശ്രദ്ധിച്ചോളൂ. പിന്നെ നീ ഇല്ലെങ്കിൽ ഞാൻ അത് ഫിനിഷ് ചെയ്യണം. നീല്ലെങ്കിൽ ഞാൻ ഏകനായി. ഇപ്പൊ എന്നാലും അതൊരു അലസ മനോഭാവം. നീ ഇല്ലെങ്കിൽ ഞാൻ ഏകനാണെന്ന് പറയുന്നതിനൊരു വികാരം വേണ്ടേ? അതപ്പോ ഒരു ആത്മാർത്ഥതയോടെ പാട്. നീല്ലെങ്കിൽ ഞാൻ ഏകനായി. മതി മതി. പിന്നെ ഇത് ശ്രുതി ഇല്ലാണ്ട് പാടിയിട്ട് വന്ന് നീലവാന്ന് പാടുന്നില്ലേ, ആ വാ കുറച്ച് ഫ്ലാറ്റ് ആയിരുന്നു കേട്ടോ. അത് ശരിയായിക്കൊണ്ട് പിന്നെ ഓൺ ഡോട്ട് വന്നു. അത് കുറെ സന്തോഷം. താങ്ക് യു ശരത് സാർ. ചേച്ചി എന്തായാലും ഉഗ്രൻ സെലക്ഷൻ. താങ്ക് യു മാം. ഇതില് പിക്ചറൈസേഷനിലെ ശ്രീദേവി മാം, എന്തോ ഒരു ബ്യൂട്ടിഫുൾ ആണ് അവരതിൽ കാണാൻ. അതേപോലെ കമൽ സർ, ആ കോമ്പിനേഷൻ മനോഹരം. അത് അദ്ദേഹം ഈ പാട്ടിങ്ങനെ അവരെ നോക്കി ഇങ്ങനെ പാടുമ്പോൾ അതിൽ ആ ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സോങ്. അത് സർ പറഞ്ഞ ഈ പാടം നമുക്ക് വളരെ വിഷമമുള്ളൊരു പടമാണ്, ഫിനിഷിങ് അങ്ങനെയൊക്കെ ആണെങ്കിലും സൂപ്പർബായിട്ടുള്ളൊരു കോമ്പോസിഷൻ. ഇതിൻ്റെ ക്രിയേറ്റേഴ്സിന് ആദ്യം തന്നെ ഒരു വലിയ പ്രണാമം. പിന്നെ മോനെ, എനിക്ക് അർജുൻ പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഈ പറഞ്ഞ മാതിരി ഈ മ്യൂസിക് ഇതിൻ്റെ ലെവൽസ് എല്ലാം കുറഞ്ഞു വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി കേൾക്കാം. അപ്പോൾ അതായത് ആ ഒരു നേരത്തെ പറഞ്ഞല്ലോ, ഈ ശ്രുതി ഇങ്ങനെ ഇതാവുമ്പോഴത്തേക്ക് ഒരു ടെൻഷൻ, കിളി പോയി എന്തൊക്കെയോ പറഞ്ഞല്ലോ, അത് ശരിക്കും എവിടെയൊക്കെയോ തോന്നി ആ കിളി പറന്നു പോയത്. അത് ആ അനുപല്ലവിയുടെ ഫിനിഷിംഗ് അല്ലേ, എന്തേ ഈ മൗനം മാത്രം, അവിടെ എന്തോ പെട്ടെന്ന് സംഭവിച്ച പോലെ നമുക്കത് ഫീൽ ചെയ്തു. ശ്വാസം പോയി. അതേപോലെ ചെറിയ ചെറിയ ഫൈൻനെസ് വരാമെന്ന് എനിക്ക് തോന്നിയത്. ഒരു സംഗതി ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ അനുപല്ലവിയില്, അതിന്റെ ഒരു മീറ്റർ ഒരു ധൃതിയിൽ അങ്ങ് പാടിപ്പോയി മോനെ. അത് പിന്നെ പാറു വന്ന് പറഞ്ഞു കഴിഞ്ഞു ആ ശ്വാസം പോയെ എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത്. പക്ഷെ ഒരു ബേസിക്കലി നോക്കുമ്പോൾ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. നല്ല ഫീലോടെ പാടാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ബാക്കിയെല്ലാം ഓരോ ഇൻസ്ട്രുമെന്റ് ആയിട്ട് മ്യൂട്ട് ആവുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ടെൻഷൻ ഉള്ളിലുണ്ടെന്നുള്ളത് പുറത്ത് പ്രകടമായി കുറച്ച് സ്ഥലങ്ങളിൽ. എന്നാലും മാനേജ് ചെയ്തു, 4 കാലിൽ വീണു. അതെ, എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു, നന്നായി പാടി. പിന്നെ കോൺഫിഡൻസ്, നല്ല ഡ്രസ്സ്, എല്ലാം അടിച്ചു പൊളിച്ചു. എല്ലാവിധ ആശംസകളും. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ചേച്ചി. ഷാനിക്ക. അർജുനെ സർ, നല്ല വോയിസ്. താങ്ക് യു സർ. അത് യാതൊരു തർക്കമില്ല ആ കാര്യത്തിൽ. നല്ല ക്ലാരിറ്റി,
ഉണ്ട്. ആ പാടുന്നൊക്കെ ഭയങ്കര രസമുണ്ട്. Thank you, sir. എനിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ചില കംപ്ലീഷൻസ് മാത്രമേ എനിക്ക് ഫീൽ. ഇപ്പം നീയില്ലെങ്കിൽ ഞാൻ ഏകനായി, അത് ആയി വരെ വന്നില്ല. നീയില്ലെങ്കിൽ ഞാൻ ഏകനാ അത്രേ വന്നുള്ളൂ. അപ്പൊ അവിടെ കട്ട് ഓഫ് ആയി. അല്ലാതെ എനിക്കങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തോന്നിയൊന്നുമില്ല. നല്ല രസം തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ബേസിക്കലി എനിക്കിഷ്ടമായത് അർജുന്റെ വോയിസും ആ ഒരു ലിറിക്കൽ ക്ലാരിറ്റി ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കേട്ടോണ്ടിരിക്കുക. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ സർ, തീർച്ചയായിട്ടും. താങ്ക് യു ഷാനിക്ക. ചോദിക്കണം. അപ്പൊ അതിന് മുന്നേ എന്തായാലും ശ്രുതി റൗണ്ടിന് തുടങ്ങി വെച്ചല്ലോ. ഇവിടെ എല്ലാവർക്കും ആ റൗണ്ടിന് ഭയങ്കര ടെൻഷൻ ഉണ്ട്. അപ്പൊ നീ എന്തായാലും ഫസ്റ്റ് ഇപ്പൊ അത് കഴിഞ്ഞു. നീ ഒന്ന് നിന്റെ ആ ഒരു ടിപ്സ് കൊടുക്ക അവർക്ക്. ആരും പേടിക്കണ്ട. അതായത് ഇതിലും നല്ല ടിപ്സ് ഞാൻ കേട്ടിട്ടേ ഇല്ല. ജീനിയസ്. അല്ല ഒന്നുമില്ല, നമ്മള് വിശ്വസിച്ച് പാടിയാൽ മതി, എന്തായാലും അടിപൊളിയായിരിക്കും. തീരുമാനമായി കിട്ടും. എല്ലാരും അതിൽ അതും കൂടെ പറഞ്ഞു കൊടുക്കണം. അനുപല്ലവി പാടുമ്പോൾ ശ്രുതി തമ്പുരി മാത്രമേ കാണത്തുള്ളൂ. അവിടെ എന്നെ പോലെ അല്ലാതെ ശ്രുതി ചേർത്ത് പാടണം. അതന്നെ, അല്ലാതെ ശ്രുതി ചേർത്ത് പാടാ, ടെമ്പോല് പാടാ. എന്നെ പോലെ കൊളാക്കരുത് പ്ലീസ്. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഷാനിക്ക 8.4. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ശരത് സർ എന്തോ 8.6. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി മാർക്സ് താങ്ക് യു മാം. ഭദ്രമായി ഗാനക്കുടത്തിൽ. ഓക്കെ താങ്ക് യു മാം. ഓക്കെ അർജു, സോ ടോട്ടൽ 17. ഓക്കെ ഓക്കെടാ.